ഗുഡ് മോർണിംഗ്. ഹായ് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ പറയുന്ന ഒരു വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കേണ്ടതും അത് ജീവിതത്തിൽ ഈ കേൾക്കുന്നവരും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നവരുടെ ജീവിതത്തിൽ വളരെയേറെ വാല്യൂ വർദ്ധിപ്പിക്കുകയും ജീവിതത്തിൽ സമാധാനവും കുടുംബജീവിതത്തിൽ സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പൊ ആ വേർഡാണ് ക്ഷമ. എന്തോ? ക്ഷമിക്കണോ? ഓക്കെ, വെരി ഗുഡ്. അപ്പം അനീതിക്ക് എതിരെ തിരിച്ചടിക്കാതെ നീതി നടപ്പിലാക്കാൻ വേണ്ടി മനസ്സിൽ ഒരു ആത്മവിശുദ്ധിയും ബലവും നൽകുന്നതാണ് ക്ഷമ. ഒരു വലിയ ഡെഫിനിഷൻ അല്ലേ അത്? അതായത് വിട്ടുകളയുക, അല്ലെ ഹൃദയത്തിൽ കയറ്റാതിരിക്കുക, പ്രതികരിക്കേണ്ട എന്ന തോന്നൽ, ഇതൊക്കെയാണ് ക്ഷമ. മനസ്സിലായോ? അതായത് എങ്ങനെയുള്ളവനാ ക്ഷമിക്കുന്നത്? എനിക്ക് പ്രതികരിക്കാനുള്ള ശേഷിയുണ്ട്, എന്നിട്ടും എന്ത് ചെയ്യുന്നു? മിണ്ടാതിരിക്കുന്ന ക്ഷമ. എത്ര ഡീപ്പാണെന്ന് മനസ്സിലായോ? അപ്പൊ ക്ഷമയ്ക്ക് ഉള്ള ഒരു ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചോ? ക്ഷമിക്കുക എന്നത് ശക്തന്മാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആർക്കാ? ആ, ബലവാനാ ക്ഷമിക്കുന്നത്. മനസ്സിലായോ? അശക്തന് ക്ഷമിക്കാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നു? അതും ആര് മനസ്സിലാക്കണം? ബലവാൻ മനസ്സിലാക്കണം. മനസ്സിലായോ? അപ്പം ക്ഷമിക്കുന്നതിനുള്ള കഴിവ്, മനസ്സിലായോ, മനുഷ്യന് ബലവാൻ ശക്തനാക്കും. അപ്പൊ ഇത്രയും ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ മൈൻഡിനെ നിയന്ത്രിക്കുന്നതാണ് ജീവിതത്തിന്റെ വിജയം. ഞാൻ പറഞ്ഞു വിജയം പല വഴിയിലുണ്ടെന്നും പറഞ്ഞു. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ് പണമെന്നും പറഞ്ഞു. അപ്പൊ പണവും അച്ചീവ് ചെയ്യാനുള്ള ഓരോരോ മാർഗങ്ങളും ജീവിതത്തിൽ എങ്ങനെ നമുക്ക് അടുക്കും ചിട്ടയോട് കൊണ്ടുവരാന്നുള്ളതൊക്കെയാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡെപ്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രാസംഗികരെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാ. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഓർത്തിരിക്കണം. വേണം? പപ്പ ഇതങ്ങ് മറന്നുപോകും. പപ്പയുടെ അടുത്ത് നിങ്ങൾ എന്തെങ്കിലും ഓരോ സംശയം ഓരോ ദിവസം ചോദിക്കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവർക്കും നമുക്കും ഗുണം ചെയ്യും. മനസ്സിലാവുന്നു? നിങ്ങൾക്കും ഗുണം ചെയ്യും. അപ്പം ഞാൻ എന്ത് ചെയ്യാ, ഇന്നു മുതൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു സംവിധാനം ഇതിനകത്ത് ആഡ് ചെയ്യാം. ഞാൻ എന്നും ഓരോ കഥയും കൂടി ഇതിന്റെ കൂടെ പറഞ്ഞു തരാം. കഥ. അപ്പൊ കഥ പറയുമ്പോ കഥ മനുഷ്യർക്ക് ഇഷ്ടമാണോ? അപ്പൊ ഈ കഥ പറയുന്നത് മനുഷ്യനെ ഒരു കാലില് നമ്മളൊന്ന് ആലോചിച്ച് വേണം. ജീസസ് ക്രൈസ്റ്റ് എല്ലാം കഥയാന്ന് പറഞ്ഞേ, ഉപമകളാൽ. അപ്പൊ എന്താ കാര്യം? കേൾക്കുന്നവർക്ക് വ്യത്യസ്തമായ ആംഗിളിൽ അവർക്ക് എന്ത് ചെയ്യും? ഇത് മനസ്സിലാക്കും. ഡിഫറെന്റ് ആയിട്ടുള്ള ആശയങ്ങൾ കിട്ടും. മനസ്സിലാവുന്നു? അപ്പൊ അതിലുപരി കഥ പറയുന്നവരെല്ലാം ദൈവങ്ങളാവും. മനസ്സിലാവുന്നു? അപ്പൊ നമുക്ക് കഥ പറയാൻ പറ്റണം. നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഒരുമിപ്പിക്കുന്ന ഒരു കാര്യമാണ് കഥ. നമ്മൾ അതിനകത്ത് അങ്ങ് ഇമേഴ്സ് ആയി പോകും. മനസ്സിലാവുന്നു? അപ്പം ക്ഷമ എന്ന് പറയുന്നത് ആരുടെ ഗുണമല്ല? ബലഹീനന്റെ ഗുണമല്ല. ആരുടെ ഗുണമാ? ശക്തന്റെ സവിശേഷതയാണ്. ഇത് പറഞ്ഞത് ആരാന്നറിയാമോ? ഗാന്ധിജി. ഗാന്ധിജി എന്താ പറഞ്ഞേ? ക്ഷമ എന്നത് ബലഹീനന്റെ ആയുധമല്ല, അത് ശക്തന്റെ ആയുധമാണ്. മനസ്സിലാവുന്നു? അപ്പൊ ക്ഷമയ്ക്ക് എന്തൊക്കെ ശക്തി ഉണ്ടെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കി. എന്താ ക്ഷമയുടെ ശക്തി? ക്ഷമയ്ക്ക് വലിയ ശക്തികളുണ്ട്. ഞാൻ പറയട്ടെ. ഒന്ന്, ആത്മനിയന്ത്രണം. എന്താ? ആത്മനിയന്ത്രണം. മനസ്സിലാവുന്നു? നമുക്ക് ഈ ആത്മാവാണ് പറയേണ്ടത്. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലേ, സിഗരറ്റ് വലിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കഥ. അതായത് ചിലവന്മാരൊക്കെ ഇങ്ങനെ സിഗരറ്റ് വലിച്ചോണ്ട് പോകുമ്പോഴേ ചിലര് മൂക്കി കൂടെ വിടുന്നു, കണ്ണി കൂടെ വരെ പുക വിടുക. അപ്പോ ഈ പുക ഇങ്ങനെ പോകുമ്പം ഇതിന്റെ ക്യൂരിയോസിറ്റി ഉണ്ടായി, എടാ എനിക്ക് ഇതുപോലെ മൂക്കി കൂടെ ഒക്കെ ഒന്ന് പുക വിടണമല്ലോ. മനസ്സിലാവുന്നു? ആർക്കാ തോന്നിയത്? ശരീരത്തിന്. അപ്പൊ മനസ്സ് പറഞ്ഞു പോടെ ഇറക്കുക, സിഗരറ്റൊക്കെ വലിച്ചാൽ ചിലപ്പം പണി മേടിക്കേ. മനസ്സിലാവുന്ന? അപ്പം മനസ്സ് സമ്മതിച്ചില്ല. അപ്പം ശരീരം എപ്പോഴും ഇങ്ങനെ ഒരു തോന്നൽ ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുക. അതാ ഫിസിക്കലായിട്ടുള്ള ഈ കാഴ്ച, കണ്ണാണ്, പഞ്ചേന്ദ്രിയങ്ങളാണ് നമുക്ക് ഈ തോട്ട് തരുന്നത്. മനസ്സിലാവുന്ന? സെൻസ് ഓർഗൻസാ. ഇത് കണ്ട് അങ്ങ് കൊതിയാവുക, സിഗരറ്റ് വലിക്കണം. അവൻ മനസ്സിനോട് പറഞ്ഞു. മനസ്സൊരു 5-6 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേ മനസ്സിനും ഇത് കൊള്ളാല്ലേ,
ഞാൻ സമ്മതിക്കാതെ അവൻ കഴിക്കത്തില്ല. എന്നാ അവനോട് ഒരു എണ്ണം വലിക്കാൻ അത് ആത്മാവിനോട് ചോദിക്കാം. ഒരേ ഒരെണ്ണം. അവൻ ആത്മാവിനോട് ചോദിച്ചു. ആത്മാവ് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം, നീയൊക്കെ എന്ത് പോക്കൃത്തരം കാണിച്ചാലും തെറ്റ് ചെയ്താലും അതിന്റെ പേരുദോഷം വരുന്ന ആത്മാവായ എനിക്കാ. മനസ്സിലായോ? ഓക്കെ. ആത്മാവെന്ന് പറഞ്ഞാൽ മരിച്ചാലും നിൽക്കുന്ന സാധനം. Yes. അതുകൊണ്ടല്ലേ പറയുന്നേ, ഒരാളെ പറ്റി പറയുക, ആ ആളെ പറ്റി പറയും, ഓ അയാൾ ഭയങ്കര വലിയനായിരുന്നു, കുടിയനായിരുന്നു, മരിച്ചു പോയവനെ പറ്റി പറയും. അപ്പൊ ആത്മാവിന്റെ അകത്ത് വരും. അപ്പൊ ആത്മാവ് പറഞ്ഞു, ഇവിടെ ഒരെണ്ണം വേണമെങ്കിൽ വലിച്ചു, ഇനി വലിക്കല്ലേ, എന്നെ നാണം കെടുത്തല്ലേ. അപ്പൊ യോൻ പറഞ്ഞു, അന്നേരം മനസ്സ് വലിയ ജാടയൊക്കെ ഇട്ട് പറഞ്ഞു, ഇവിടെ ഒരെണ്ണം വലിച്ചു. അപ്പൊ അവൻ ഒരു സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. മനസ്സിലാവുന്നു? അപ്പൊ ഇവ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് വലിക്കാൻ തുടങ്ങി. ഇങ്ങനെ അടിച്ചു വിട്ട്, പുകയൊക്കെ അടിച്ചു വിട്ടപ്പോഴത്തേ ഇവൻ എന്തോ ആയി, ഇവന് ഭയങ്കര ജാടയായി. അപ്പം അപ്പുറത്ത് നിന്ന് കൂട്ടുകാരന്മാർ പറഞ്ഞു, ഇവൻ എങ്ങനെടാ ഈ വലിക്കുന്നേ, കണ്ണി കൂടെ മൂക്കി കൂടെ ഒക്കെ പോവോ. ഇവനെ സമ്മതിച്ച്. മനസ്സിലാവുന്നു? ഓക്കെ ഓക്കെ. അപ്പൊ ഇവൻ എന്തോ ഇത് സിഗരറ്റ് വലിക്കാനുള്ള പെർമിഷൻ ആര് കൊടുത്തു? ആത്മാവ് കൊടുത്തു. മനസ്സിലാവുന്നു? മനസ്സത് ഇവനോട് പറഞ്ഞു, ശരീരം സിഗരറ്റ് വലിച്ചു. രണ്ടു വട്ടം വലിച്ചു, 3 വട്ടം വലിച്ചു. ഇപ്പൊ മനസ്സ് പറഞ്ഞ് മനസ്സിനും മനസ്സിന്റെ കൺട്രോളിൽ നിന്ന് അങ്ങ് പോവും. ശരീരം ചെയ്ത് നമ്മൾ ടൈപ്പ് അടിക്കുമ്പോൾ ASDF ഇങ്ങനെ പോകത്തില്ലേ? അല്ലെ ഡ്രൈവ് ചെയ്യുമ്പോൾ സംസാരിച്ചോണ്ട് അടിക്കുന്ന പോലെ ഇവരുടെ ജീവിതത്തിൽ ഇതിങ്ങനെ ചെയ്ത് 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 ഈ സിഗരറ്റ് അങ്ങ് തലേ കയറി. അപ്പൊ 21 ദിവസം കഴിഞ്ഞു, ക്യാരക്ടർ ഫോർമേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. അത് ഹാബിറ്റായി, അത് സ്വഭാവമായി, അത് അവനായി മാറുക. പിന്നെ യവനെ ആൾക്കാർ, യവന്റെ ആത്മാവിനെ ആൾക്കാർ എന്തോ വിളിക്കുന്നതെന്ന് അറിയാമോ? വലിയൻ. അപ്പൊ ആ നിയന്ത്രണത്തെ പറ്റിയാ ഞാൻ ഈ പറയുന്നത്. ക്ഷമയ്ക്ക് എങ്ങനെ വേണ്ട ക്ഷമിക്കണമെന്നുള്ള ക്ഷമയുടെ ഒരു ശക്തിയാണ് ആത്മനിയന്ത്രണം. മനസ്സിലായോ? ഇനി ക്ഷമയുടെ വേറൊരു ശക്തി പറയട്ടെ. ആത്മീയ ശക്തിയും ആരോഗ്യത്തിനും ഇത് ഗുണകരമായി മാറും. മനസ്സിലാവുന്നു? അതായത് ഈ ആത്മീയ ഈ ശരീരത്തിന്റെ ഒരു അവസ്ഥ വെച്ചോളൂ. ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, ആരോഗ്യത്തിനും നല്ലതാണ്. ഈ ദേഷ്യം ഇങ്ങനെ പിടിച്ചു വെക്കരുത്. കൊച്ചു സ്ഥല സമയത്ത് ഇങ്ങനെ പിടിച്ചു വെക്കും. പപ്പയുടെ ഒരു ദേഷ്യം ഇങ്ങനെ വെച്ചിട്ട് മിണ്ടാതൊക്കെ ഇരിക്കും. ദേഷ്യം പിടിച്ചു വെക്കരുത്. മനസ്സിലായോ? ദേഷ്യം പിടിച്ചു വെച്ചാൽ മോളങ്ങ് ജിഗ്ലി അടിച്ചു പോകും. എന്തോ ചെയ്യും? തട്ടിപ്പോവും. ബിപി കൂടി തട്ടിപ്പോവും. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? ദേഷ്യം അങ്ങനെ പിടിച്ചു വെക്കരുത്. മനസ്സിലാവുന്നു? അപ്പം അതുപോലെ തന്നെ നമ്മുടെ ക്ഷമയുടെ വേറൊരു ശക്തി എന്താന്ന് ചോദിച്ചാ, ബന്ധങ്ങൾ മെച്ചപ്പെടും. നമുക്ക് നല്ല സൗഹൃദ ബന്ധങ്ങൾ കിട്ടും. മനസ്സിലാവുന്നു? അതൊക്കെ ഈ ക്ഷമ കൊണ്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. നീതിയും കരുണയും ലഭിക്കും. നിങ്ങൾ ഒരാളോട് ക്ഷമിച്ചെന്ന് പറഞ്ഞാണ്ടല്ലേ, നിങ്ങളെ ഒരാൾ കാണുകയല്ല, അനേകര് കാണുകയാ. മനസ്സിലായോ? ഗാന്ധിജി ക്ഷമിച്ചു. മനസ്സിലാവുന്നോ? അതെന്ത് കിട്ടും? നിങ്ങൾക്ക് കരുണ ലഭിക്കും. മറ്റുള്ളവർ നിങ്ങളെ ദയാലുക്കളായി കാണും. നിങ്ങളോടൊരു മേഴ്സി ഉണ്ടാവും, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും. മനസ്സിലാവുന്നു? ഇതൊക്കെയാണ് എന്തോന്ന് പറയുന്നത്, ക്ഷമയുടെ ശക്തി. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷമിച്ചത് കൊണ്ടുള്ള ഗുണങ്ങൾ അറിയണ്ടേ? അറിയണോ? ഇത് അങ്ങനെ അങ്ങോട്ട് പഠിക്കണം. ഇത് കഥ വെച്ചാ പപ്പ എല്ലാം പറഞ്ഞിരുന്നേ. കേട്ടോണേ. അപ്പം ഈ ക്ഷമയുടെ ഒരു ഗുണം എന്താന്ന് വെച്ചാ, ഒരു മാനസിക ഗുണം കിട്ടും. മനസ്സിനൊരു ഉന്മേഷം. ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളിങ്ങനെ ഇരിക്കുമ്പം അല്ലെങ്കിൽ മാർക്ക് കുറയുമ്പോഴൊക്കെ പപ്പ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചോ, ഞാൻ പറയത്തില്ല, മാർക്ക് ചോദിക്കത്തുമില്ല. കാരണം എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. നിങ്ങൾ ലോകത്ത് എന്ത് ചെയ്യാൻ പഠിച്ചു, നിങ്ങൾക്ക് എന്താണ് ലൈഫ് എന്ന് പഠിച്ചു, നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുക്കണമെന്നും പഠിച്ചു. ഇനി ഞാൻ ഹായ് സൂസി ജോയ് സൂസൻ, ഐ എം വെരി ഹാപ്പി യെസ്റ്റർഡേ ഐ സോ യു ദെയർ. അപ്പം നിങ്ങൾ എന്നെ ആ മരണ വീട്ടിൽ വന്ന് കണ്ടപ്പോ എനിക്ക് പേരറിയത്തില്ലായിരുന്നു. എന്നോട് കേട്ടോ ഇനി ഞാൻ ഈ ചേച്ചിയെ പറ്റി, പുള്ളിക്കാരിയെ പറ്റി പറയുന്നത്. പുള്ളിക്കാരി എന്റെ അടുത്ത് വന്നു, സംസാരിച്ചു, ഫേസ്ബുക്കിൽ കാണുന്ന ആളാണെന്ന് പറഞ്ഞു. ഐ എം വെരി പ്രൗഡ്. ഓൾസോ നിങ്ങളുടെ ഈ തരുന്ന ഇൻസ്പിറേഷൻസ് പ്ലസ് നിങ്ങളുടെ ഈ എനിക്ക് തരുന്ന ഒരു ഈ അംഗീകാരവും അക്സെപ്റ്റൻസ്, ദാറ്റ് വിൽ ഹെൽപ് മീ ടു വോട്ട് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാൻ സഹായിക്കും. മനസ്സിലാവുന്നു? അത് താങ്ക് യു സൂസൻ, സൂസി ജോയ് സൂസൻ, താങ്ക് യു. ഓക്കെ. അപ്പൊ ഞാൻ എന്തായിരുന്നു പറഞ്ഞു വന്നേ, ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ മാനസികപരമായ ഗുണം. മനസ്സിലായോ? പിന്നെ ആരോഗ്യപരമായ ഗുണമുണ്ട് ക്ഷമിക്കുന്നുണ്ട്. അതെന്താണ്? പപ്പ ഈ പറഞ്ഞ BP ഒഴിവാക്കിക്കൂടെ? വിഷാദ രോഗം ഒഴിവാക്കിക്കൂടെ? മനസ്സിലാവുന്നു? ഇതൊക്കെ നമുക്ക് മാറാൻ എന്ത് ചെയ്യണം?
നമ്മൾ അങ്ങ് ക്ഷമിച്ചാൽ മതി. ജീവിതത്തിൽ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ക്ഷമിക്കാത്തത് കൊണ്ട് ഉറക്കമില്ലാത്തവരും ഉണ്ട്. നമ്മളൊന്ന് മനസ്സിലാക്കണം. മനസ്സിലാവുന്നു? ക്ഷമയില്ലാത്തതുകൊണ്ട് ഉറക്കമില്ലാത്തവരും ഉണ്ട്. അതും വരും. അതും മാറിക്കിട്ടും ക്ഷമിച്ച. ഒരാളോട് എന്ത് ചെയ്യണം? ക്ഷമിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ പറയുന്നത് ക്ഷമിച്ചു. ക്ഷമിക്കുവോ? ഇല്ല. ഈ പേഷ്യൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി കം ഫ്രം വേർ? From our heart. ഫ്രം ഹാർട്ട്. Yeah. ഹൃദയത്തിൽ നിന്ന് വരണം. മനസ്സിലായോ? അതെ. താങ്ക് യു പറഞ്ഞു സൂസൻ. ഓക്കെ. അടുത്ത ദീർഘകാലമായ ആരോഗ്യപരമായ പ്രശ്നം പറഞ്ഞു. ഇനി ഒരു ദീർഘകാലമായ ഒരു ബന്ധം ക്ഷമിക്കാൻ കഴിഞ്ഞാലുള്ള ഗുണമാണ് എന്ത്? നമ്മുടെ റിലേഷൻഷിപ്പ് ഒരു ദിവസമല്ല. ഇപ്പം ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം അല്ലെങ്കിൽ അപ്പനമ്മ ബന്ധം കൂടുതൽ നാളെ നിൽക്കുന്നതിന് കാരണം എന്താണ്? അവിടെ ഒരു പേഷ്യൻസ് ഉണ്ട്, ഒരു ക്ഷമയുണ്ട്. എന്റെ ഭാര്യയാണ്, എന്റെ ഭർത്താവാണ്, എന്റെ കുഞ്ഞുങ്ങളാണ്. അവിടെ ക്ഷമിക്കാൻ അവരെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു. ഇതേപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കണം. മനസ്സിലായോ? ഇന്ന് പക്ഷേ ഇച്ചിരി കൂടുന്നുണ്ട്. അതാണ് ഈ ഡിവോഴ്സിനാണ്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. മനസ്സിലായോ? പിന്നെ ഈ ആത്മവികാരങ്ങള് മനസ്സിലായോ? നമ്മുടെ വ്യക്തിത്വങ്ങള് ഇതൊക്കെ ക്ഷമിക്കുന്നോണ്ട് മറ്റുള്ളവരുടെ ഇടയിൽ നമുക്ക് ക്ഷമിക്കുന്നോണ്ട് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവത്തില്ലേ? ഉണ്ടാവുമോ? ഇനി അടുത്തൊരു ചോദ്യമായിട്ട് ഞാൻ ചോദിക്കുക, ക്ഷമിക്കുന്നത് തോൽവിയാണോ? അല്ല. വെരി ഗുഡ്. കുഞ്ഞ് വളരെ ശക്തമായി പറഞ്ഞു. എന്താണ്? എന്റെ നേകൂട്ടനും പറഞ്ഞു. എന്ത് പറഞ്ഞു? ക്ഷമിക്കുന്നത് ആരുടെ ആയുധമാണെന്നറിയാമോ? ക്ഷമിക്കുന്നത് ശക്തന്റെ ആയുധമാണ്. മനസ്സിലാവുന്നു? പ്രതികരിക്കുവാൻ കഴിവുണ്ടായിട്ട്, പ്രതികരിക്കാൻ എന്തുണ്ട്? നമുക്ക് കഴിവുണ്ട്. എന്നിട്ടാണ് നമ്മൾ പിന്തിരിയുന്നത്. അതൊരു ചെറിയ കേസ് ആണോ? അനുമോൻ, അനിൽകുമാർ, ജാൻസി മാമ എല്ലാരും ഉണ്ട്. അപ്പം എന്തോരം നമ്മൾ പറഞ്ഞു? പ്രതികരിക്കാൻ കഴിവുണ്ടായിട്ട് നമ്മൾ പിന്തിരിയുന്നത് വലിയൊരു കഴിവ് തന്നെയാണ്. മനസ്സിലായോ? ക്ഷമയില്ലായ്മ ഒരു ദുർബലതയുടെ അല്ലെങ്കിൽ നിസ്സഹായതയുടെ ഒരു സൃഷ്ടിക്കലാണ്. മനസ്സിലായോ? നമുക്ക് ഈ വെറും സാധാരണ ആൾക്കാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചെറുതായി കാണുമല്ല. വിദ്യാഭ്യാസത്തിന്റെയൊക്കെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയാമോ? ക്ഷമയാണ്. നിങ്ങൾ ഒരാൾ ശക്തനാണെന്ന് നമ്മൾ തെളിയിക്കുന്ന എങ്ങനെയാണെന്നറിയാം? ഒരുത്തനെ വെറുതെ വിടുമ്പോൾ. പ്രതികരിക്കാൻ കഴിവുള്ള ഒരുത്തനെ നിങ്ങൾ വെറുതെ വിട്ടെങ്കിൽ നിങ്ങൾ ക്ഷമ ചെയ്തിരിക്കുന്നു എന്നാണ്. മനസ്സിലായോ? ക്ഷമ കൊണ്ട് ലോകത്ത് ഒരു നീതി ഇതുവരെ നശിച്ചിട്ടില്ല. ഒരു നീതിയും ക്ഷമ കൊണ്ട് നശിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ നീതി ഉപേക്ഷിക്കുകയും അരുത്. അതാണ് ഭഗവത്ഗീത പറയുന്നത്. മനസ്സിലായോ? ക്ഷമ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എന്ത് ചെയ്യരുത്? ക്ഷമ കൊണ്ട് നീതി നശിക്കുന്നില്ല. അത് ഉപേക്ഷിക്കണ്ട. മനസ്സിലായോ? അതുകൊണ്ടാണ് ഗാന്ധിജി എന്ത് ചെയ്തു? ക്ഷമ കൊണ്ട്, അഹിംസാ സിദ്ധാന്തം കൊണ്ട് സ്വാതന്ത്ര്യം നേടിയെടുത്തു. എടുത്തു. അയാൾ അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്തു. മനസ്സിലാവുന്നു? അപ്പോ നമുക്ക് ക്ഷമ എവിടുന്ന് വരണം? അത് വളരെ ശ്രദ്ധിച്ചോണം. ഒരു ക്വസ്റ്റ്യൻ, ഷേർലി ജെയിംസ്. ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ മറക്കാനുള്ള അറിവ് അതാ നമുക്കുള്ളത്. പറ്റും, പക്ഷെ മറക്കില്ല ആരും. അതാണ്. അതായത് നമ്മൾ ഒരാളോട് അങ്ങ് ക്ഷമിച്ചു, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? മറക്കുന്നില്ലെന്ന്. മനസ്സിലായോ? ആ ക്ഷമ എവിടെ നിൽക്കുക? ക്ഷമ കൊടുത്തു, അയാളെ റിലീഫ് ചെയ്ത് വിട്ടു. പക്ഷെ അയാളെ റിലീഫ് ചെയ്ത് വിട്ടപ്പോ ആ വ്യക്തി, ഇപ്പൊ ഞാനും മോനുമായിട്ട് അടി കേട്ടോ. സൂസന് ഷെർലിക്ക് മനസ്സിലായോ? അതായത് ഞാനും നേഹയും തമ്മിൽ അടി. ഞാൻ നേഹയോട് എന്ത് പറഞ്ഞു? ക്ഷമിച്ചിരിക്കുന്നു. ആര് ഹാപ്പിയായി? നേഹ ഹാപ്പിയായി. പക്ഷെ എന്റെ വീട്ടിൽ ഇപ്പോഴും ഇരിക്കുക ആ സാധനം. എന്റെ ഹൃദയത്തിൽ എവിടെ ഇരിക്കുക? ഇത് മറന്നില്ലല്ലോ. മറക്കാത്തടത്തോളം കാലം എന്റെ ഉള്ളിൽ ഇരിക്കുക. അപ്പൊ ആർക്കാ കൂടുതൽ വേദന? ഉള്ളിലിരിക്കുന്ന ആൾക്ക്. അപ്പൊ യഥാർത്ഥത്തിൽ ക്ഷമിക്കേണ്ടത് ആരാ? തെറ്റ് ചെയ്തവനാ. അവനോട് പറഞ്ഞു നമ്മൾ വിട്ടു. ആ തെറ്റുകാരൻ പോവുകയും ചെയ്തു. പിന്നെന്തിനാ നമ്മളെടുത്ത് വെച്ചേക്കുന്നു? മനസ്സിലാവുന്നോ? അതിനാണ് പ്രാർത്ഥനയും മെഡിറ്റേഷനും വേണ്ടത്. നമുക്ക് ക്ഷമിക്കാനുള്ള കഴിവ്. അത് കൺസിസ്റ്റൻസി ഉണ്ടാവാനും പെർസിസ്റ്റൻസ് ഉണ്ടാവാനും ഒക്കെ, കണ്ടിന്യൂറ്റി ഉണ്ടാവാനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. അത് നിങ്ങൾ അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് പറയാനുള്ള സംവിധാനമുണ്ട്. വേണേ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഗാന്ധിജി ഒരിക്കലും ഇങ്ങനെ നടന്നു പോവുക. മനസ്സിലാവുന്നോ? ഷേർലിക്ക് വേറൊരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞു കൊടുക്കാം. അതൊന്ന് ഓർമ്മിപ്പിക്കണം എന്നെ. ഞണ്ടെന്നൊന്ന് ഓർമ്മിച്ചാൽ എന്തോ തേളം ഓർത്താലും മതി. ഇപ്പൊ ഈ കഥ പറയാം. ഗാന്ധിജി എന്ത് ചെയ്ത് ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു കുട്ടി കല്ലുകൊണ്ടൊന്ന് ഒറ്റ അടിയാൻ കൊടുക്കും. ആൾക്കാരെ എന്നിട്ട് അവൻ ഓടും. അവൻ അങ്ങ് ചിരിക്കുക അത് ചെയ്തിട്ട്. ഉടനെ
ഗാന്ധിജിയുടെ കൂടെ നിന്നവരോ ചാടി അവനെ പിടിച്ചു. അപ്പൊ ഗാന്ധിജി അവരോട് പറഞ്ഞു എന്താണെന്നറിയോ? കുട്ടിയെ വെറുതെ വിട്ടേക്ക്. മനസ്സിലായോ? നിങ്ങളിപ്പോ അവനെ പിടിച്ച് അങ്ങനെ ചെയ്താൽ അവന്റെ ജീവിതത്തിൽ പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാവും. അവന്റെ മനസ്സിൽ നിന്ന് അത് പോകത്തില്ല. അവനെ ഞാൻ ഈ ശിക്ഷിക്കുന്നവന്റെ മനസ്സിൽ കാണും. ഗാന്ധിജി അവനെ ഇങ്ങ് വിളിച്ച്, വാ മോനെ, അടുത്തിരുത്തി ഒരു ചായ മേടിച്ചു കൊടുത്ത് സന്തോഷത്തോടെ ഡീൽ ചെയ്തപ്പോ അവന് കണ്ണ് നിറഞ്ഞു. അവൻ കരഞ്ഞു എന്നാണ് അതിനകത്ത് പറയുന്നത്. അങ്ങനെ അവൻ അയാളുടെ ശിഷ്യനായി അങ്ങ് മാറി, ഗാന്ധിജിയുടെ അനുയായിയായി മാറി. മനസ്സിലാവുന്നോ? അങ്ങനെയാണ് ആ ഒരു കഥ പറയുന്നത്. പിന്നെ ഞാൻ ഏതാണ്ട് ഒരു കഥയുടെ കാര്യം പറഞ്ഞല്ലോ, ഞണ്ടിന്റെ കഥ. അതുപോലെ തന്നെ സൂപ്പി കഥകളൊക്കെ ഉണ്ട്. സൂപ്പി കഥ, ഞണ്ടിന്റെ കഥ പറയാം. ഒരു ബുദ്ധ ഭിക്ഷു, ഒരു മനുഷ്യൻ ഇങ്ങനെ കടൽ തീരത്തൂടെ നടന്നു പോവാ. മനസ്സിലാവുന്നു? കടൽ തീരത്തൂടെ നടന്നു പോകുമ്പോ അയാള് അവിടെ നോക്കുമ്പോ കാണാം ഒരു തേള്. ഒരു തേള്. ഈ തേള് എന്ത് ചെയ്യുന്നു? ഈ തേള് വെള്ളത്തിൽ വീഴുന്നു. അത് പിന്നെ എന്ത് ചെയ്യുക? അത് വെള്ളത്തിൽ വീണ് വെള്ളത്തിലോട്ട് മുങ്ങിപ്പോവുക. ആരാ? ഈ തേള്. ഈ തേള് വെള്ളത്തിൽ മുങ്ങി പോകുമ്പോണ്ടല്ലോ, ഇദ്ദേഹം ഓടി അങ്ങ് ചെല്ലും, അതിനെ പിടിക്കും, പിന്നെ കരയിലിടും. അപ്പൊ അവൻ ഒരു കടിയാൻ കൊടുക്കും. മനസ്സിലായോ? അപ്പം രണ്ടാമതും ഇതുപോലെ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇത് കരയെന്ന് വരുമ്പോ ഇതും വെള്ളത്തിലോട്ട് പോവാ. ഇല്ല, തിരമാല വരുമ്പോ ഇവൻ പിന്നെയും വെള്ളത്തിൽ പോയി. മനസ്സിലാവുന്നോ? തിരമാലയോട് വരാതിരിക്കാൻ പറയാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹം എന്തോ ഇത് പിന്നെയും പിടിച്ച് അതിനെ കരയിലോട്ട് ഇട്ടു. അപ്പോഴും ഒരു കൊത്ത് കിട്ടി. അപ്പൊ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, തേളിന്റെ സ്വഭാവമായ എന്തെന്ന് പറയുന്നത് അല്ലെ? തേളിന്റെ സ്വഭാവം എന്താ? തേള് നിങ്ങളെ കടിക്കുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? ഉറപ്പാണല്ലോ. അപ്പൊ തേളിന്റെ സ്വഭാവം എന്തുവാ? കടിക്കും. ബുദ്ധ ഭിക്ഷുവിന്റെ സ്വഭാവം എന്തുവാ? ക്ഷമിക്കും, സഹായിക്കുക എന്നുള്ളതാ. അവന്റെ സ്വഭാവം രക്ഷിക്കൽ എന്നുള്ളതാണ്. മറ്റവന്റെ എന്തുവാ? കടിക്കൽ എന്നുള്ളതാണ്. മനസ്സിലാവുന്നോ? അപ്പം അവന്റെ സ്വഭാവം അവൻ ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സ്വഭാവം മാറ്റണം? വേണ്ട. അപ്പൊ പിന്നെ ആ കടി കൊള്ളാനല്ലോ. ഐഡിയ മനസ്സിലായോ? അപ്പൊ അവിടെയും അതിന്റെ അർത്ഥം മനസ്സിലായോ? പക്ഷെ അവിടെ നമുക്ക് ദോഷം വരുന്നില്ലേ? എന്തൊരു ദോഷം? കടി കിട്ടുമ്പോഴും അല്ല, അത് നമ്മള് ഒരു കാര്യം ശ്രദ്ധിച്ചോണം. നമുക്ക് കടന്തലിന്ന് അതിനകത്ത് തേനീച്ചേന്നേ തേൻ ഇഷ്ടം പോലെ ഇരിപ്പുണ്ടോ? ആ തേനീന്ന് നിങ്ങൾ തേനെടുക്കുക. തേനെടുക്കുമ്പോ നിങ്ങൾ പ്രൊട്ടക്ഷൻ ചെയ്യും. എങ്ങനെ? കടിക്കാതിരിക്കാനായിട്ട്, കുത്തു കൊള്ളാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ എടുക്കാം. ആണോ എന്ന് പറഞ്ഞുകൊണ്ട് തേനെടുക്കാതിരിക്കുമോ? ഞാൻ പറഞ്ഞതിന്റെ സത്ത് മനസ്സിലായോ? നിങ്ങൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള വചനം പറയുന്നു, ക്ഷമ കൊണ്ട് പ്രാണനെ നേടും. ഓക്കെ, അത് അപ്പൊ ഞാൻ ഈ പറഞ്ഞ മനസ്സിലായോ? ഈ സന്യാസിയുടെ കഥയില് ഒരു കാര്യം മനസ്സിലായോ? അപ്പൊ ഇതുപോലെ ഇനി എന്താ പറഞ്ഞേ? മറ്റുള്ളവർ തെറ്റാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യണമെന്നില്ല. മോൻ ഈ സംഭവത്തിന്റെ പൊരുള് മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞ ഇപ്പൊ മോൻ ഈ ചോദിച്ച ചോദ്യം കറക്റ്റാണ്. നമ്മൾ കുത്തുകൊള്ളണോ? കുത്തുകൊള്ളാതിരിക്കാൻ ചില സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ ഈ ഗാന്ധിജി അടി കൊണ്ടു, മനസ്സിലാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് സ്ഥിരമായി നമ്മൾ ഇതിന്റെ പവർ ഭയങ്കരമാണ്. ശരി ചെയ്യുന്നത് യേശു ചെയ്തതെന്ന് ആലോചിച്ച് നോക്കി. യേശു ഇവിടെ നിങ്ങൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചോണം. KG അലക്സാണ്ടർ ഗീവർഗീസ് ഒരു കാര്യം ശ്രദ്ധിച്ചോണം. യേശുവിനെ അപമാനിച്ചോ? യേശുവിനെ കല്ലെറിഞ്ഞോ? യേശുവിനെ തുപ്പിയോ? എവിടെ വെച്ചും മോശം പറഞ്ഞോ? അവന്റെ വസ്ത്രം കീറി അവനെ വെറും തുണ്ട് വസ്ത്രത്തിൽ ക്രൂശി തറച്ചോ? നിങ്ങളെ ആരെങ്കിലും അങ്ങനെ ചെയ്തോ? ഇല്ല. അപ്പൊ അവൻ ക്രൂശി കടന്നുകൊണ്ട് ഒരു വേട് പറയുന്ന ശ്രദ്ധിച്ചോണം. ഞാൻ മനസ്സിൽ വന്നോണ്ട് ഞാൻ പറയാം. എന്തു പറഞ്ഞു? ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. 23 കണ്ടാന്ന് വന്നു. ഞാൻ വലിയ പ്രാർത്ഥനക്കാരനല്ല. സംഭവം മനസ്സിലായോ? മനസ്സിലാവുന്നോ? അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലായോ? ഇതുപോലെയാണ് മനുഷ്യ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. നിസ്തുലമായ സ്നേഹം, ക്ഷമയെന്ന് പറയുന്നത് ഇറ്റ്സ് ഫ്രം ഹാർട്ട്. പക്ഷെ എന്ത് ചെയ്തു? യേശു യഥാർത്ഥത്തിൽ ലോകം ആദരിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഉയർത്തെഴുന്നേറ്റുകൊണ്ടാണ്? പിന്നെ അല്ല, ആ ക്രൂശീകരണം കൊണ്ടാണ്. അതാണ് ക്രൂശീകരണം ഉണ്ടായോണ്ട് അയാൾ ഉയർത്തെഴുന്നേറ്റാണ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ 2 കടി കൊണ്ടാ പ്രശ്നമുണ്ടോ? ഇപ്പൊ അതിന് മറുപടി കിട്ടിയോ? 2 കടി കൊള്ളാമോ? കണ്ടെന്ന് പറഞ്ഞോണ്ട് ഇവിടെ ഒരു വിഷയം വരുമോ? നിങ്ങളുടെ മരണത്തിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും.
എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങൾ ഉയർത്തെഴുന്നേക്കും. മനസ്സിലാവുന്നോ? Yeah. ഇതാണ് ഇപ്പൊ ഈ ക്ഷമയെ പറ്റി ഞാൻ പറയേണ്ട ഒരുവിധമുള്ള കഥാകാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയോ? Yes, Papa. ഇനി ഭാര്യ ഭർത്താവിലേക്ക് പോകാം. അത് വേണമല്ലോ. Yeah. ഗുഡ് മോർണിംഗ് റോയ് ചായ. അപ്പം കുടുംബത്തിൽ ഭാര്യ ഭർത്താവ് വരുമ്പോ ഈ ഒരു സാഹചര്യം ആർത്തോണം. Okay. ഇതെന്ന് പറഞ്ഞാൽ ക്ഷമയെന്ന് പറയുന്നത് ഇവിടെ എന്തുവാന്ന് വർക്ക് ചെയ്യുമെന്ന് അറിയാമോ? ക്ഷമ സ്നേഹമാണ്. ഇവിടെ എന്തോ ഇനി മനസ്സിലാവുന്നു? ക്ഷമ എന്താണ്? സ്നേഹമാണ്. ക്ഷമ എന്ന് പറയുന്നത് ഭക്തിയാണ്. എന്താ? അതാണ്. ചിലരെന്ത് ചെയ്യും, നിന്നെ വാക്കിൽ കൊടുക്കാൻ നോക്കും. അവര് നിന്നോട് കല്ലപ്പം അവൻ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭക്തി എന്ന് പറയാം. ഞാൻ കൊല്ലംകാരനാണ്. കൊല്ലത്തിന്റെ രീതിയിൽ എങ്ങനെ സംസാരിച്ചോ അതുപോലെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പം യഥാർത്ഥ ഭക്തിയാണ്. പരസ്പരം വലിയ പൊങ്ങച്ചം പറയാൻ നിൽക്കരുത്. അതും ക്ഷമിച്ചേക്കണം. മനസ്സിലാവുന്നു? ഞാൻ നല്ലത്, ഞാൻ വലിയവൻ എന്നുള്ള പൊങ്ങച്ചം പാടില്ല. കാരണം എന്താ? ഇത് കുറച്ചേക്കണം. കാരണം എന്താണെന്നറിയാമോ? ഇതെന്താണ് കാരണം? നമ്മൾ കൈ പിടിച്ചു. അത്രേ ഉള്ളൂ. ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വിഷയമുണ്ടോ? പരസ്പരം ക്ഷമിക്കുന്നതിന്റെ ഗുണം മനസ്സിലായോ? അതിന് ഉദാഹരണം പറഞ്ഞ ഒരു നല്ല ജോലി ഭർത്താവിനുണ്ടായിരുന്നു. ഭർത്താവിന്റെ ജോലി കൊണ്ടാണ് കുടുംബം പൊയ്ക്കൊണ്ടിരുന്നത്. മനസ്സിലാവുന്നു? ഒരു ദിവസം എന്തോ ചെയ്തു, ഭർത്താവ് തിരിച്ചു വന്നപ്പോൾ കാണാം വിഷമത്തോടൊക്കെ വരുന്നു. എന്തു പറ്റി? ജോലി പോയി. എന്തോ ജോലി പോയി. ഉടനെ ഭാര്യ പറയാം, ഇയാളെ കൊണ്ട് വലിയ ശല്യമായി, ഇയാളെന്താണ് ഈ കാണിക്കുന്നത്? എന്താണ്? ഞങ്ങൾ ഇനി എങ്ങനെ ജയിക്കണം? ഞങ്ങൾ വഴി ഓരത്തിറങ്ങണമോ? ഞങ്ങൾ റോഡിൽ കൂടെ പോകണമോ? ഞങ്ങൾ തീർന്നു. ഫ്രസ്ട്രേഷനായി. മനസ്സിലായോ? തീർന്നില്ലേ? മനസ്സിലാവുന്നു? അങ്ങനെ പറയാതെ കഷ്ടം. ഒരു ജോലി ഒന്നുകൂടെ ജോലിയെ പോയാലല്ലോ, നിങ്ങൾ പോയില്ലല്ലോ. മനസ്സിലായോ? ജോലിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായോ? നമുക്ക് ഒരുമിച്ച് പോവാം. എങ്ങനെ? നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രവർത്തിക്കാം. ഒന്ന് എന്നിട്ടൊന്ന് കല്യാമ്പൽക്കാര ഇത് അതെങ്ങനെ എന്നെ ഇനി കളിയാക്കാൻ നോക്കി. അപ്പൊ മനസ്സിലാക്ക. ഞാൻ നല്ലൊരു ഗായകനാ, അത് വേണമെന്നുണ്ടെങ്കിൽ പാടി കേൾപ്പിക്കാം. അപ്പൊ ഞാൻ എന്താ അല്ല അതല്ല നമ്മളിപ്പോ പറഞ്ഞ വലിയ കാണിച്ചേക്കാം. ഇദ്ദേഹത്തിന് എന്നും അയാൾ കൊണ്ടുവരുന്ന മീൻ കാണിക്കണം. ഇതാണ് നാസർ കൊട്ടാരക്കര. നാസർ കൊട്ടാരക്കര വേണ്ട, തലച്ചിറ. പന്ന മീനും കൊണ്ടുവന്നിട്ട് കൊട്ടാരക്കര BMW ഒന്നുമല്ല. മനസ്സിലാവുന്നോ? അപ്പം എന്ത് ചെയ്യണം? കുടുംബ ജീവിതത്തിൽ ക്ഷമിക്കാൻ തയ്യാറാകുക. പ്രതിസന്ധികൾ ഒരുമിച്ച് വരുമ്പോ ഇവിടെയാണ് കുടുംബ ജീവിതത്തിൽ എന്തോത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണെന്നറിയോ? എന്തിനാ? പ്രയർ. എന്താ കാര്യം? ഈ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ദിവസം മാറി മാറി പ്രാർത്ഥിക്കണം. ഇത് പപ്പയുടെ ഫൈൻഡിങ്സാ. ഞങ്ങൾ മെഡിറ്റേഷൻ ആൾക്കാരാ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മൈൻഡാണ് ഞങ്ങൾ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഒരു കാര്യം ആലോചിച്ചോണം. എന്ത് സംഭവം? യേശു ധ്യാനിക്കാൻ വേണ്ടി മലമുകളിൽ പോയ ടെക്നിക്സാ. കാരണം നമ്മൾ ഒരു വട്ടം ക്ഷമിച്ച ഒരു 90 days അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരോടും ക്ഷമിക്കും. മനസ്സിലായോ? ശരിയാണ്. ഇപ്പൊ എന്തായിരുന്നു ഞാൻ പറഞ്ഞേ? കുടുംബ ദാമ്പത്യത്തില് പ്രാർത്ഥന. അപ്പൊ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നല്ലോണം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോ ഇന്ന് നീ ആ കൂട്ടം പ്രാർത്ഥിക്കുമെന്ന് വെച്ചോ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിയമോള് പ്രാർത്ഥിക്കുമ്പോ അന്നത്തെ സംഭവം എല്ലാം അങ്ങ് പറയും. അപ്പൊ ആ സംഭവം പറയുമ്പോ കുഞ്ഞ് അത് പറയുമ്പോ നമ്മളത് കേൾക്കുമല്ലേ? അയ്യോ കുഞ്ഞിന് അത്രയും വിഷമം ഉണ്ടായി. നമ്മളവിടെ ക്ഷമ വർക്ക്ഔട്ട് ചെയ്യും. അവിടെ ഓപ്പൺ ആയിട്ട് നമുക്കൊരു സ്പേസ് വരുന്നു. അണ്ടർസ്റ്റാൻഡ്? അപ്പൊ നമ്മളിത് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റണം. പറയണോ? അപ്പൊ അവർ ചെയ്യുന്നത് എന്തെന്ന് അതപ്പനിട്ടൊരു കൊട്ടായി പോയി. എന്നാലും അപ്പൊ നമ്മളൊരു കാര്യം ആലോചിക്കണം. എന്തോ പറഞ്ഞേ? അപ്പൊ നമ്മൾ കുടുംബ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ മഹാത്മ്യം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുമിച്ചിരുന്ന്, അതായത് ഒത്തൊരുമയോടുകൂടി ഒരു വിഷയത്തിന്മേൽ എന്തുണ്ടാവും? പ്രാർത്ഥനയുണ്ടാവും. എന്ന് പറഞ്ഞാൽ റിയൽ പ്രെയർ എന്ന് പറഞ്ഞാൽ അതല്ല. അത് ഒരു ദിവസം നാളെ മറ്റന്നാളോ ഞാനത് പറഞ്ഞുതരാം. പ്രാർത്ഥന എന്തോന്ന് മനസ്സിലാവുന്നു? സ്നേഹം കാണിക്കാം. മനസ്സിലായോ? ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ക്ഷമയുമായി പറ്റിപ്പെട്ടി ഒരു കാര്യം ചോദിക്കാനോ പറയാനോ ഉണ്ടോ? ക്ഷമയെ പറ്റിയോ? ക്ഷമയെ പറ്റി എന്തെങ്കിലും? അല്ലല്ല, മറന്നൊന്നുമില്ല. അപ്പൊ ഒരു നേഹ, നിനക്ക് എന്തെങ്കിലും വേണോ? ഒരു ഹോർലിക്സും ഒരു ചായയും. കേട്ടോ. അപ്പൊ ലാസ്റ്റ് ഇത്രേ പറയാനുള്ളൂ കേട്ടോ നേഹ. അപ്പൊ പരസ്പരം സ്നേഹിക്കാനും പരസ്പരം വിശ്വസിക്കാനും പരസ്പരം ക്ഷമിക്കാനും കഴിയണം.
ഇത് കഴിയാത്തടത്തത് കൊണ്ട് കേരളത്തിൽ സംഭവിക്കുന്ന വലിയൊരു വിപത്ത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നറിയാമോ? ഡിവോഴ്സുകളുടെ എണ്ണം വർദ്ധിച്ചതാണ്. മനസ്സിലാവുന്നു? അവിടെ എല്ലാം എന്തിന്റെ പ്രശ്നമാണുള്ളത്? ഈ ക്ഷമ എന്ന് പറയുന്ന രണ്ടക്ഷരത്തിന്റെ പ്രശ്നമാണ്. മനസ്സിലാവുന്നു? അപ്പൊ ക്ഷമിക്കാൻ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ഡിവോഴ്സ് നടക്കുന്ന സ്ഥലത്തിലും ഒന്നാണ് കൊട്ടാരം. മനസ്സിലാവുന്നു? അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ പഠിച്ചു വെക്കണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ചെങ്ങല ഇട്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത് കാരണം എന്താ? അതാണ് ജെൻ ഇസഡും ജെൻ ആൽഫയും. മോൻ ജെൻ ഇസഡും ഇദ്ദേഹം ജെൻ ആൽഫയുമാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ 1997 2012 ജനിച്ച ഒരാളും, ഒരാൾ 2012 2025 കാലഘട്ടത്തിലെ ആളുമാണ്. 2013 തൊട്ട് 2025 വരെ വരുന്ന ജെൻ ആൽഫ എന്ന് പറയുന്നത്. അത് നിങ്ങൾ അതിനകത്ത് അത് പറയാൻ നിൽക്കണ്ട, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. എനിക്കത് കൃത്യമായ അറിവുള്ള ഒരാളാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മളൊരു ആലോചിച്ചോണം, നിങ്ങൾക്ക് ഞങ്ങൾ ഈ പറയുന്ന റിലേഷൻഷിപ്പ് അല്ലെ കുടുംബ ബന്ധങ്ങളെ പറ്റി അറിയാമോ? ഇല്ല. കാരണം ഞങ്ങൾ അങ്ങനെയാണ് വളർന്നു വന്നത്. അപ്പനും അമ്മയുമായിട്ട് അത്രമാത്രം സൗഹൃദ ബന്ധം സഹോദരങ്ങളുമായിട്ടും ഒക്കെ ഉണ്ടായി വരുന്ന കാലഘട്ടത്തിൽ നിന്ന് വന്നിട്ട് നിങ്ങൾ എവിടെയാ ഇതെല്ലാം കാണുന്നത്? നിങ്ങൾ സോഷ്യൽ മീഡിയയിലാണ് ഇതെല്ലാം ബിലീവ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇന്റർനെറ്റ് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. മനസ്സിലാവുന്നു? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? ഈ ജെൻ ആൽഫ എന്നും ജെൻ എസഡ് എന്നും വിളിക്കുന്ന എന്താ കാര്യം? നിങ്ങൾ ഒരാൾ ജനിച്ചത് സോഷ്യൽ മീഡിയ അത് ഇന്റർനെറ്റ് യുഗത്തിലും ഒരാൾ ജീവിക്കുന്നത് AI-യിലുമാണ്. നിങ്ങളുടെ അടുത്ത് പഴയ കാലഘട്ടത്തെ പറ്റി പറഞ്ഞ അത് കാണിച്ചു തരാൻ എന്തെങ്കിലും മെത്തേഡ് നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. അപ്പൊ ഈ പഴയ മെത്തേഡിലേക്ക് കൊണ്ടുപോകാൻ ആര് ശ്രമിക്കും? ഈ പഴയ ഭരണകർത്താക്കൾ ശ്രമിക്കും. മനസ്സിലാവുന്നു? അവര് ഈ പുതിയ നിങ്ങളുടെ വായുവാണ് എന്തെന്ന് പറയുന്നത് ഈ AI-യും ഇന്റർനെറ്റും എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് വെള്ളം കുടിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് എന്തോ വേണം? വായു എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഡീപ്പാണ് ഈ സാധനം. പക്ഷെ ഞാൻ ജനിക്കുന്ന 1978 ഇതിന്റെ ആവശ്യമുണ്ടോ? എനിക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഈ ജെൻ ഇസഡും ജെൻ ആൽഫയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഇപ്പം ഈ 2013 എന്റെ കുഞ്ഞ് ജനിക്കുന്ന സമയത്തൊക്കെ എന്താ പറയുന്നത്? ജെൻ ആൽഫ എന്ന് പറഞ്ഞ AI ആ എന്ന് പറഞ്ഞാൽ അത്രമാത്രം അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രീഡത്തിലാണ് ഇവർ ജീവിച്ചു വരുന്നത്. ഇവരുടെ അടുത്ത് ഫേസ്ബുക്ക് നിർത്തി വാട്സപ്പ് നിർത്തി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒക്കത്തില്ല. കാരണം എന്താ? അവരെങ്ങനെയാണ് ബാത്റൂമിൽ കറക്റ്റായിട്ട് പോകുന്നതെന്ന് പോലും ആരോടാ ചോദിക്കുന്നത്? റോബോട്ടിനോടാ ചോദിക്കുന്നത്. മനസ്സിലായോ? ഇടേ നിങ്ങൾക്ക് നീ ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ ആള്. മനസ്സിലാവുന്നോ? എടുത്തോ, കാര്യം മനസ്സിലായോ? പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഈ എന്തുവാ ക്ഷമ അണ്ടിപ്പേര് വന്നു വേണ്ടേ? ചേട്ടാ ഒരു 50 ഗ്രാം അണ്ടിപ്പേര് കൊടുത്തേ. പറ. പക്ഷെ ക്ഷമയോട് നമ്മൾ പെരുമാറുമ്പോ മറ്റൊരാൾക്ക് ഭയങ്കര ദേഷ്യം വരും. അതാണ് വേറെ ക്ഷമയുടെ വേറൊരു പവർ എന്തോന്നറിയാമോ? നമ്മൾ ക്ഷമിക്കുമ്പം അവർക്ക് തോന്നുന്നത് എന്തോന്നറിയാമോ? അവരെ കളിയാക്കിയതായിട്ട്. തെറ്റായ ചിന്ത. അത് ആർക്കാണ് വരുന്നത്? അവർ രണ്ടു വട്ടം അവരിത് ചെയ്തു നോക്കുമ്പോൾ അവർക്ക് ഇതിന്റെ പവർ മനസ്സിലാവും. അവരും എന്ത് ചെയ്യും? ഇത്തരത്തിൽ ചെയ്യാൻ നോക്കും. അങ്ങനെയാണ് സമൂഹത്തിൽ ഇത് വർക്കൗട്ട് ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ പറയുന്നതിലും സമൂഹത്തിൽ ഒരു 70% 80% ആൾക്കാരുടെ ഇടയിൽ ഇത് വർക്കൗട്ട് ചെയ്യിക്കാൻ പറ്റത്തില്ലെന്നാണ് പഠനം പറയുന്നത്. പഠനം പറയണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം വിദ്യാഭ്യാസം ഉണ്ടാവണം, അല്ലെന്നുണ്ടെങ്കിൽ അത്രമാത്രം ദൈവികമായ കാര്യങ്ങളിൽ നിങ്ങൾ മാറണം. ജെൻ ആൽഫ ജെൻ എസഡ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ സംശയമുണ്ടോ? വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടെന്ന്. വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? അപ്പം എന്നെ കണ്ട എല്ലാവർക്കും എന്ത് ചെയ്യുന്നു? ഈ നമ്മൾ ഈ പേഷ്യൻസ് കൊടുക്കുമ്പോ ലാസ്റ്റ് ഈ ഒരു അവര് തന്നെ ഒരു ആൻസർ അതിനകത്ത് കൊടുക്കുക. പേഷ്യൻസ് ചെയ്ത് മീൻസ് ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ മറ്റൊരാളോട് ദേഷ്യപ്പെടുമ്പോ അപ്പൊ ക്ഷമിക്കുന്ന ആൾക്കാർ അവര് തന്നെ ഒരു സ്വയമുള്ള റിസൾട്ട് പറയുക. അപ്പൊ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് അതിൽ അവർ ഉറച്ചു നിന്ന് പീസ് ആകുക ക്ഷമ. അപ്പൊ അതിനെ പറ്റിയിട്ട് അതിന്റെ ഒരു അടിസ്ഥാനം അണ്ടിപ്പരിപാടി. അതായത് ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ മോളോട് ക്ഷമിക്കുന്നതെങ്കിൽ അവിടെ തോൽക്കുന്നത് ഞാനാ, അതാണോ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഈ തോൽവിയുടെ കാര്യം ഞാൻ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ എന്റെ മനസ്സിനെ സംതൃപ്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു ആൻസർ ഞാൻ തരുന്നു. ആണോ? അങ്ങനല്ല. മീൻസ് ഈ ക്ഷമയോടിരിക്കുന്ന ആൾക്കാര് ഓൾറെഡി മനസ്സിൽ ഇത് പറയുന്ന ഒരാളെ പറ്റി തെറ്റായ ധാരണ മനസ്സിൽ ഓൾറെഡി നിരത്തുന്നു. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. ഇപ്പൊ ഞാൻ നീയാടെ കേസ് എടുക്കുവാണെങ്കിൽ ഇപ്പൊ ഞാൻ നീയോട് ദേഷ്യപ്പെടുവാണെങ്കിൽ നീ എന്നിൽ നിന്നൊരു തെറ്റായ റിസൾട്ട് അവിടെ മൈൻഡിൽ കൊടുക്കുന്നു. ക്ഷമയോടെ അപ്പൊ അവൾക്ക് എന്നെ പറ്റി ഒരു തെറ്റായ റിസൾട്ട് അവളുടെ മനസ്സിൽ കൊടുത്തിട്ട് അതിനൊരു ക്ഷമ കണ്ടുപിടിക്കുന്നത് അത് എങ്ങനെ തെറ്റാണോ? ഓക്കെ അത് നല്ലൊരു ക്വസ്റ്റ്യനാ. അതായത് എന്ത് ചെയ്യുന്നു? നേഹയ്ക്ക് ആരോട് ക്ഷമിക്കണം? നീയോട് ക്ഷമിക്കണം. പക്ഷെ നീയെ പറ്റി വേറൊരു വ്യാഖ്യാനമാണ് നമ്മുടെ മനസ്സിൽ. അതെന്ന് പറഞ്ഞാൽ അത് തെറ്റാ. കാരണം എന്താ? ഇതിനർത്ഥം അത് മനസ്സിൽ നിന്ന് പരിപൂർണമായും കഴുകി കളഞ്ഞില്ല എന്നല്ലേ അർത്ഥം? നമ്മൾ ഫേക്കായിട്ട് ഒരു കാര്യം എന്ത് ചെയ്യുന്നു?
മനസ്സിനെ പറഞ്ഞു ധരിപ്പിക്കുന്നു എവള് ഇങ്ങനാണ്, എവള് മാറില്ല. മനസ്സിലാവുന്നോ? ആ അതെ, ഇങ്ങനെ വെച്ച് നമ്മൾ അന്നേരം നിങ്ങൾ എന്തോ യഥാർത്ഥത്തിൽ ക്ഷമിച്ചോ? അതാണ് അത്. ഒരു ബുദ്ധൻ ഇത്രയും മാത്രം പഠിച്ചോണം. ഒരിക്കൽ ബുദ്ധൻ ഇങ്ങനെ നടന്നു പോവുക. നടന്നു പോകുമ്പോ ശിഷ്യന്മാരും ഉണ്ട്. ഒരുത്ത ഇങ്ങോട്ട് വന്നിട്ട്, എന്തുവാ നീ വലിയടുത്ത് മറ്റേടുത്ത് ഇതാവുന്നു, നീ എന്തോ മോശപ്പെട്ട രീതിയിൽ ഇത് ചെയ്യുന്നത്, നീ എന്തോ ആൾക്കാരെ അങ്ങ് മാറ്റുമോ, നീ ആരാണ്, നീ എന്തോ ഇവിടെ ഞങ്ങളുടെ ഹിന്ദു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി വന്നവനാണോ എന്ന് പറഞ്ഞുകൊണ്ട് മതഭ്രാന്തനായ ഒരാൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അവൻ പാടാ ചീത്തയെ അങ്ങ് വിളിച്ചു. എന്തോ ഇത് ചീത്ത വിളിച്ചു. അപ്പൊ ബുദ്ധൻ എന്തോ പറഞ്ഞേ? പ്രിയ സുഹൃത്തെ. അയാൾ ഒന്നും പ്രതികരിക്കാതെ ഇത്രയും പറഞ്ഞു, പ്രിയ സുഹൃത്തെ. എല്ലാം കഴിഞ്ഞപ്പോ നീ എന്താ മിണ്ടായിരിക്കുന്നതൊക്കെ ചോദിച്ചപ്പോ അയാൾ പറയാം, പ്രിയ സുഹൃത്തെ, നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചു. നിങ്ങൾ എന്നെ വിളിച്ച ചീത്ത, ആ സമ്മാനം ഞാനൊന്നും വാങ്ങിയില്ല. അപ്പൊ ആ സമ്മാനം ആരുടെ ഇരിക്കുക? ആ ചീത്ത മൊത്തം ആരുടെ ഇപ്പോഴും? ഇയാളെ വിളിച്ച ആളുടെ ഇല്ല. മനസ്സിലാവുന്നു? അതാണ് ക്ഷമയുടെ ഗുണം. അതുകൊണ്ടാണ് അവർക്ക് ചൊറിയുന്നത്. ഐഡിയ മനസ്സിലായോ? ഇതുപോലെ തന്നെ മദർ തെരേസയെ ഒരു ബ്രാഹ്മണനായ ഒരാൾ എന്നിട്ട് ഇങ്ങനെ ചീത്ത വിളിക്കും. എന്തോതിനാ? ഒരു പിരിവിന് വന്നപ്പോ അപ്പം അവര് പറഞ്ഞു, അയാൾ പറഞ്ഞു ഓക്കെ സമ്മതിച്ചു. മദർ തെരേസ പറഞ്ഞു, എന്താ പറഞ്ഞു? നിങ്ങൾ എനിക്ക് തരാനുള്ളത് തന്നു. ചീത്ത വിളിച്ച ആരെയാ? എന്നെ വിളിച്ചു. ഞാൻ ആ ചീത്ത മൊത്തം സ്വീകരിച്ചു. ഇവിടെ കേൾക്കുന്നോ? ബോറായ അപ്പോഴേ നിർത്തിയേക്കണം. അപ്പൊ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്തു? നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചു, ഞാനത് സ്വീകരിച്ചു, എന്റെ പ്രതിഫലം കിട്ടി, ഞാൻ വന്ന് ചോദിച്ചതിന്. പക്ഷേ ഞാൻ ചോദിച്ചത് ആർക്കു വേണ്ടിയാ? അക്ഷണരായ കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാ. മനസ്സിലാവുന്നു? അവരുടെ ഇഞ്ഞും കിട്ടിയില്ല. മനസ്സിലായ? അന്നേരം അയാള് തെറ്റ് മനസ്സിലാക്കി പിരിവ് കൊടുത്ത് പോകുന്നതാണ് സംഭവം. അപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയോ? അപ്പൊ ക്ഷമ എന്ന് പറയുന്നത് വലിയൊരു റിലീഫാണ്. ജീവിതത്തിൽ ക്ഷമിക്കാൻ കഴിയണം. ക്ഷമിക്കുന്നതിന് നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ഒന്നും ചെയ്യേണ്ട, അറിവ് നേടിയാൽ മതി. കാരണം എന്ന് പറഞ്ഞാൽ മോള് പറഞ്ഞ നമുക്ക് അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ, മനസ്സിലാവുന്നോ, അവരെ സംതൃപ്തരാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ സംതൃപ്തരാക്കി ഹൃദയത്തിൽ നിന്ന് അതെടുത്ത് കളയാൻ നമുക്ക് എന്ത് വേണം? അറിവ് വേണം. ഇപ്പൊ 4 കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഈ 4 കാര്യമാണ് ഞങ്ങളുടെ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള 4. ഫസ്റ്റ് ഈസ് ലവ്, ദ സെക്കൻഡ് ഈസ് forgive, തേർഡ് ഈസ് ഗ്രാറ്റിറ്റ്യൂഡ്, ദ ഫിഫ്ത് ഈസ് ബിലീവ്സ്, ഫോർത്ത് ഈസ് ബിലീവ്സ്. ഈ 4: വിശ്വാസം, ദീർഘക്ഷമ, പരോപകാരം, സ്നേഹം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.